ബംഗാളിൽ BJPയുടെ വിജയം അത്ര ചെറിയൊരു കാര്യമല്ല. അതായത് ഒരു ഏകാധിപതിയെപ്പോലെ ബംഗ്ലാദേശിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വോട്ട് കൊണ്ട് അധികാരം പിടിച്ചെടുത്ത് ബംഗാൾ ജനതയെ വെള്ളം കുടിപ്പിച്ച, ബംഗാൾ ജനതയെ തീ തീറ്റിച്ച മമതാ ബാനർജി എന്ന ഒരു യക്ഷിയുടെ പതനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. യക്ഷികളൊക്കെ എന്തൊരു ഡീസൻറ്റ്. ജനങ്ങളെ, ബംഗാളിലെ ജനങ്ങളെ സത്യം പറഞ്ഞാൽ ഭീഷണിയുടെ മുൾമുലയിൽ നിർത്തിക്കൊണ്ട്, അവരെ വിരട്ടിക്കൊണ്ട്, അവർക്കുള്ള ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ട്, ഒരു ഭരണം മാത്രം ഉണ്ട്, ഒരു മുഖ്യമന്ത്രി മാത്രം ഉണ്ട്, ഒരു പാർട്ടി മാത്രം, തൃണമൂൽ എന്ന പാർട്ടി മാത്രമുണ്ട് എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് ബംഗാളിൽ ഇത്രയും കാലം മമതാ ബാനർജി 3 ടേണുകൾ ഭരിച്ചത്. അത് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. പിണറായി വിജയന് സംഭവിച്ചത് തന്നെ മമതാ ബാനർജിക്കും സംഭവിച്ചിരിക്കുന്നു. ഇനി ഒരു കാലത്തും തൃണമൂലോ മമതയോ CPM-ഓ കോൺഗ്രസോ ഒന്നും ബംഗാളിൽ ഒന്നും നേടില്ല. കാരണം ബംഗാൾ ജനത കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. കാര്യങ്ങൾക്ക് നീക്കുപോക്കായിരിക്കുന്നു. കേരളത്തിൽ പണിയെടുക്കുന്ന, ഹോട്ടലുകളിലൊക്കെ പണിയെടുക്കുന്ന ധാരാളം ബംഗാളികൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. കാരണം അവർക്ക് മനസ്സിലായി ഇനി അവർക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അവരുടെ നാട് മതി എന്ന് മനസ്സിലായിരിക്കുന്നു. ഈ സ്ത്രീയുടെ, മമതാ ബാനർജിയുടെ ഭരണശേഷമാണ് കേരളത്തിലേക്കടക്കം ബംഗാൾ ജനതയുടെ അവർ തൊഴിൽ തേടി, അവിടെ പട്ടിണി കിടന്നു, ഇവിടെ തൊഴിൽ തേടി അവർ എത്തി, ഇവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നു. അവരൊക്കെ തിരിച്ചു പോവുകയാണ്. ഈ സമയത്ത് ഇലക്ഷന് മുമ്പ് അമിത്ഷാ എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി, രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്കുകൾ: രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും, 9 മണിയോടെ ആദ്യ റൗണ്ട് പൂർത്തിയാകും, 10 മണിയോടെ 2-3 റൗണ്ടുകൾ പൂർത്തിയാകും, ഏതാണ്ട് 1 മണി 2 മണിയോടെ എല്ലാ റൗണ്ടുകളും പൂർത്തിയാകും. ബംഗാളിൽ ദീദി ടാറ്റ ഗുഡ് ബൈ, ഇനി ഒരിക്കലും കാണേണ്ടി വരില്ല, ഒരിക്കലും ബംഗാൾ നിങ്ങളെ അംഗീകരിക്കില്ല. തൃണമൂൽ എന്ന പാർട്ടിയും മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രിയും ഇനി ഓർമ്മകളിൽ മാത്രം, ചരിത്രത്തിൽ മാത്രം. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക്, ഒരു സഖ്യകക്ഷികളുമായി ചേരാതെ ഒറ്റയ്ക്ക് ബംഗാളിൽ 208 സീറ്റുകൾ നേടിയിരിക്കുന്നു. 294 സീറ്റുകളിൽ 208 സീറ്റുകൾ നേടി ബംഗാൾ ജനതയുടെ ജനപിന്തുണ ഭാരതീയ ജനതാ പാർട്ടിക്ക്. 16 ദിവസം അവിടെ ക്യാമ്പ് ചെയ്തു, ബംഗാളിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു അമിത്ഷാ. നരേന്ദ്രമോദി 2-3 പ്രാവശ്യം വന്നുപോയി. ബംഗാളിലെ ജനങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്ന് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും മനസ്സിലായി. അവർ അത് നൽകാൻ തയ്യാറായി. തീർച്ചയായിട്ടും മറ്റൊരു സംസ്ഥാനം കൂടി BJPയുടെ ഭരണത്തിന് കീഴിൽ വരുന്നു, ദേശീയതയുടെ ഭരണത്തിന് കീഴിൽ വരുന്നു, വികസനത്തിൻ്റെ കീഴിൽ വരുന്നു. അതാണ് ബംഗാൾ. ദീദി ടാറ്റ ഗുഡ് ബൈ, കം അഗെയിൻ എന്ന് പറയുന്നില്ല, സി യു ലേറ്റർ എന്നും പറയുന്നില്ല. കാരണം ഇനി അതൊരിക്കലും സംഭവിക്കില്ല എന്ന് ദീദിക്കും നന്നായിട്ടറിയാം, അമിത്ഷാജിക്കും അതുപോലെ നരേന്ദ്രമോദിക്കും നന്നായിട്ടറിയാം. ബംഗാൾ ഇതാ കാവ്യവർണ്ണത്തിൽ നിറഞ്ഞിരിക്കുന്നു. ഇനി ബംഗാളിൽ വികസനത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതിയ നാമ്പുകൾ പൊട്ടിവിടരുകയാണ്. പുതിയൊരു ബംഗാൾ ജനതയ്ക്ക് സമ്മാനിക്കാനായി BJP തയ്യാറെടുക്കുകയാണ്, NDA തയ്യാറെടുക്കുകയാണ്. ദീദി ഒരിക്കൽ കൂടി ഗുഡ് ബൈ ഫോർ എവർ.